നമസ്കാരം. വീഡിയോ വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരിയധികം ക്ലയൻസ് എൻ്റെ അടുത്ത് ഒരു വീടിൻ്റെ പ്ലാന് വരയ്ക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരവരുടെ ഐഡിയാസ് പറയാറുണ്ട്. പക്ഷേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മുടെ അടുത്ത് പറയുന്നത് പോലെ തോന്നും. അവരോട് ഞാൻ ചോദിക്കും, എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്. തീർച്ചയായും നമ്മുടെ സ്ഥലത്ത് ഒത്തിരിയധികം നല്ല ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ് ഒക്കെ വീട് വെക്കുന്നവരായിട്ടുണ്ട്, വീട് ഡിസൈൻ ചെയ്യുന്നവരായിട്ടുണ്ട്. പക്ഷേ ആ ആർക്കിടെക്റ്റിൻ്റെ അടുത്തും എൻജിനീയറുടെ അടുത്തും നമ്മൾ പ്രോപ്പറായിട്ട് എൻ്റെ വീട് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കണം. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്തണം. ആ ബ്രെയിൻ സ്റ്റോമിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാനുള്ളത്. നമ്മൾ 6 പോയിൻറ്റുകൾ നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി കൺവേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ സ്പേസ് പ്ലാനിങ് ആണ്. എനിക്ക് ഒരു സെൻറ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം 435.6 സ്ക്വയർ ഫീറ്റാണ്. എനിക്ക് ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്താണ് എനിക്ക് വീട് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലാൻഡിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സൈറ്റ് പ്ലാൻ മൊത്തത്തിൽ നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു സർവേയർ പ്രോപ്പറായിട്ട് സർവേ ചെയ്ത് തരുന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ഒരു ലാൻഡിൻ്റെ സ്കെച്ചിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. എനിക്ക് ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അതിനകത്ത് 60% നമുക്ക് വീട് വെക്കാനായിട്ടുള്ള അവകാശമുള്ളത്. കാരണം നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾസ് പ്രകാരം നമുക്ക് സെറ്റ് ബാക്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു 60% എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1320 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഗ്രൗണ്ട് ഏരിയ നമുക്ക് എടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ നിലയും കൂടെ പണിയുമ്പോഴത്തേക്ക് അത്രയും തന്നെ ഏരിയ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനേക്കാളും കുറച്ച് ഏരിയ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഒരു 2000 തൊട്ട് 2500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ നമുക്ക് പണിയണമെങ്കിൽ നമുക്ക് 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് സാധിക്കും. അപ്പം അതിനു വേണ്ടിയുള്ള സ്പേസ് പ്ലാനിങ് നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഉണ്ടായിരിക്കണം. അത് എങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഓഫ് സ്പേസസ് നമ്മളതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലായിരിക്കണം. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു കാർ പോർച്ച് അറ്റാച്ച്ഡ് വേണം, ഒരു സിറ്റ് ഔട്ട് വേണം, ഒരു ലിവിങ് റൂം വേണം, ഒരു ഡൈനിങ് വേണം, ഒരു കിച്ചൺ വേണം, ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് വേണം. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയുക, എത്ര ബെഡ്റൂം താഴെ വേണം, എത്ര ബെഡ്റൂം മേളിൽ വേണം, മേളിലൊരു ലിവിങ് സ്പേസിൻ്റെ ആവശ്യമുണ്ടോ, ഒരു ബാൽക്കണിയുടെ ആവശ്യമുണ്ടോ, ഒരു സെപ്പറേറ്റ് ഒരു പൂജാ റൂമിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡ് ഏരിയയുടെ ആവശ്യമുണ്ടോ. ഇങ്ങനെയുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ, നമ്മുടെ സ്പേസ് റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലോർത്ത് ഒരു ധാരണയോടുകൂടി വേണം നമ്മളൊരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എൻജിനീയറിനെയോ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അതായത് തീർച്ചയായിട്ടും ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ചോദിക്കുന്നത് വെച്ചാൽ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൊരു വീടായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊരു പ്രോപ്പർ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ വീട് പ്ലാൻ വരച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയേഴ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മാറണം. അപ്പം നമുക്കതിന് കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 1 കോടി രൂപയാണ് മൊത്തത്തിൽ ആ ബഡ്ജറ്റ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് തീർച്ചയായിട്ടും ആ 1 കോടി രൂപ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ബഡ്ജറ്റ് പ്ലാനിൽ കൂടെ വേണം നമുക്ക് പോകാൻ. നമുക്കിന്ന് ഒരു ഫുൾ ഫിനിഷ്ഡ് വീട് നമുക്ക് കേരളത്തിൽ ചെയ്യണമെങ്കിൽ ഏകദേശം 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റെങ്കിലും നമുക്കാവും. അതായത് ഒരു ഫുള്ളി ഫിനിഷ്ഡ് വീടാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ട്രക്ചർ, നമ്മുടെ ടൈലിങ്, പെയിൻറ്റിങ്, പോളിഷിങ്, സാനിറ്ററി വെയർസ് എല്ലാം കൂടെ ഉൾപ്പെടെ നമുക്കൊരു 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റെങ്കിലും വേണം. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻറ്റീരിയേഴ്സും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ തന്നെ നമുക്ക് വരും. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്ത് പോയെങ്കിൽ നമുക്ക് നമ്മുടെ വീട് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്ലാന് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ നമ്മുടെ എൻജിനീയറുടെ അടുത്ത് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ പ്രൈവസി മാറ്റേഴ്സാണ്. പ്രൈവസി മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഡിസൈനിനകത്ത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നമുക്ക് ഇന്ന റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ആ ഓരോ റൂമുകളുടെയും പൊസിഷനെക്കുറിച്ചും നമുക്ക് അവരോട് കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് നമുക്കുള്ളപ്പോൾ നമുക്കൊരു പ്രൈവസി നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് വേണമെങ്കിൽ, നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ വേണമെങ്കിൽ ആ ഫാമിലി ലിവിങ് ഏരിയയെക്കുറിച്ച് നമ്മൾ പറയണം. ഫാമിലി ലിവിങ് ഏരിയ ഏത് ഭാഗത്തായിട്ട് വന്നാൽ നല്ലതായിരിക്കണം എന്ന് പറയണം. ഡൈനിങ്ങും ഫോർമൽ ലിവിങ്ങും തമ്മിൽ ഒരു പാർട്ടീഷനായ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. കാരണം വേറെയൊന്നുമല്ല,
നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വാഷ് ബേസിൻ, അതായത് വാഷ് കൗണ്ടർ ഏരിയ എവിടെ വേണമെന്നുള്ളത് നമ്മൾ പറയണം. നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇച്ചിരി അകന്ന് നമുക്കൊരു പ്രൈവസി കിട്ടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വാഷ് കൗണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരരുത്. അതോടൊപ്പം തന്നെ ടോയ്ലറ്റിൻ്റെ പൊസിഷൻസ്, കോമൺ ടോയ്ലറ്റിൻ്റെ പൊസിഷൻസ്, നമുക്ക് ഫ്ലഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള പ്രൈവസി പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മൾ ലിവിങ് റൂമിൻ്റെ അതുവഴി തന്നെ ബെഡ്റൂമിലേക്കുള്ള ഡോഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയിൽ നമ്മൾ അകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ഇച്ചിരി ലൂസ് ഡ്രസ്സസൊക്കെ ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി നഷ്ടപ്പെടുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ബെഡ്റൂം എന്താ പറയുക ലിവിങ്ങിൻ്റെ അതുവഴിയാണെങ്കിൽ അതുവഴി നമുക്ക് പാസ് ചെയ്യേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിനും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. തീർച്ചയായിട്ടും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഒക്കെ തന്നെ നമ്മുടെ ആ പ്രൈവസി നോക്കിയിട്ട് വേണം തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആർക്കിടെക്ചറൽ ഡിസൈനർ എടുത്ത് കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. നമ്മുടെ ലാൻഡിൻ്റെ ഘടനയ്ക്കനുസരിച്ച് തന്നെ നമ്മൾ കഴിയുന്നതും വീട് പണിയാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം ഒത്തിരിയധികം ലാൻഡ് സ്ലൈഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഒത്തിരിയധികം മണ്ണ് കട്ട് ചെയ്ത് മാറ്റുക, ഫില്ലിങ് ഒത്തിരി ചെയ്യുക, അങ്ങനത്തെയുള്ള എന്താ പറയുക പ്രവണതകൾ നമ്മൾ ഏറ്റവും കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ഭൂമിയോട് ചേർന്ന് നിന്നുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ രീതി നമ്മൾ കൂടുതലായിട്ട് അവലംബിക്കാൻ നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും അതായിരിക്കും നല്ലത്. ഒത്തിരിയധികം കട്ടിങ് ഫില്ലിങ്ങിലേക്ക് പോകാതെ നമുക്ക് വേണ്ട ഒരു മിനിമൽ രീതിയിൽ വേണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമ്മളിപ്പോഴത്തെ വീടുകളിലൊക്കെ തന്നെ പർഗോളാസ്, ഗ്ലാസ് പാർട്ടീഷനുകൾ, അതുപോലെ തന്നെ വലിയ ലോങ് ഗ്ലാസ് വിൻഡോസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ വീടിന് വേണ്ട എസ്തെറ്റിക് ലുക്ക് എങ്ങനെ വേണമെന്നുള്ളത്. നമ്മൾ എല്ലാവരും പറയും നല്ല ഭംഗിയുള്ള വീട് വേണം, നല്ല ഒരു ഡിസൈനറെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചെങ്കിലേ അത് സാധിക്കത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ഒത്തിരിയധികം ഡിസൈൻസിലുള്ള വീടുകൾ വരുന്നുണ്ട്. കണ്ടംപററി ഹൗസസ് ഉണ്ട്, കൊളോണിയൽ ഹൗസസ് ഉണ്ട്, ഈ കേരള സ്റ്റൈൽ ട്രഡീഷണൽ ഹൗസസ് ഉണ്ട്, അതുപോലെ തന്നെ മിനിമലിസ്റ്റിക് ആർക്കിടെക്ചറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ഉണ്ട്. എനിക്ക് ഏത് ടൈപ്പ് ഓഫ് വീടാണ് എന്നുള്ളത് വേണമെന്നുള്ളത് നമ്മളൊരു ഇത് വേണം. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ ഫാക്ടർ ഏതാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും വെക്കണം. ചിലർക്ക് ഇഷ്ടം സിംഗിൾ ഫ്ലോറാണ്. അപ്പോൾ സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ ഒരു കേരള സ്റ്റൈലാണോ ഉദ്ദേശിക്കുന്നത്, അതൊരു മോഡേൺ ആർക്കിടെക്ചറാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഗ്രീക്ക് ആർക്കിടെക്ചർ മോഡൽസ് നമുക്ക് കേരളത്തിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഗ്രീക്ക് ആർക്കിടെക്ചർ മോഡൽസൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള സ്റ്റൈൽസാണ് വേണ്ടത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇതാണ് വേണ്ടത്? നമുക്ക് ഒത്തിരി അധികം മഴയും എന്താ പറയുക വെയിലും ഒക്കെയുള്ള കാലാവസ്ഥയുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പം കണ്ടംപററി ഹൗസസൊക്കെ പ്രോപ്പറായിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിനകത്തറിയാമല്ലോ നമുക്ക് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ തന്നെ കുറവായിരിക്കും. അപ്പം ഒത്തിരി അധികം എന്താ പറയുക വെള്ളം റെയിനി സീസണിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളതിന് പ്രോപ്പറായിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണം നമ്മൾ പണിയാൻ. നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള വീടുകളാണ് കണ്ടംപററി ഹൗസസ്, പക്ഷേ അത് ഈ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ സ്ലോപ്പ് റൂഫ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണ്ട നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ ഡിസൈൻ വേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി നിങ്ങൾ എന്താ പറയുക പ്രോപ്പറായിട്ട് നമ്മുടെ ആർക്കിടെക്ചറൽ ഡിസൈനർ എടുത്തത് കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ഫൈനൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഹോം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ടെക്നോളജി ഒത്തിരി അധികം നമ്മുടെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്കിപ്പോൾ സോളാർ പാനൽസ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പവറിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഹോം ഓട്ടോമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. CCTV നമുക്ക് ചെയ്യാൻ പറ്റും. ഡോർ ലോക്കുകളൊക്കെ ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലുള്ള സ്മാർട്ട് ആക്സസറീസാണ് നമ്മളിതിനകത്ത് നമ്മുടെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്ക് വേണ്ടത് എന്നുള്ള ഒരു ധാരണ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിനകത്ത് ഒത്തിരി അധികം നമുക്ക് ലാഭിക്കാൻ പറ്റും. പ്രോപ്പറായിട്ടുള്ള കോൺഡ്യൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നേരത്തെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ പറയുക നേരത്തെ തന്നെ അതിൻ്റെ
റൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് പ്ലാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എഞ്ചിനീയർ എടുത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. സ്മാർട്ട് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഓട്ടോമേറ്റഡ് ഗേറ്റ് ആണെങ്കിൽ, ഇൻ്റർനെറ്റ് ആക്സസ് ആണെങ്കിൽ, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ എഞ്ചിനീയർ എടുത്ത് കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആസ് എ ഹോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ 6 പോയിൻറ്റുകൾ നമ്മൾ ഫാമിലിയായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് വേണം ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അടുത്ത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൻ്റെ വീട് പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ചെല്ലുവാൻ വേണ്ടി അവരുടെ അടുത്ത് തീർച്ചയായിട്ടും നമ്മൾ കൺവേ ചെയ്യേണ്ടത് ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണം. ഞാൻ ഒന്നും കൂടെ പറയാം. സ്പേസ് പ്ലാനിങ്, ദി ബഡ്ജറ്റ് മാറ്റേഴ്സ്, പ്രൈവസി മാറ്റേഴ്സ്, എസ്തെറ്റിക് ലുക്ക്, സേഫ്റ്റി മാറ്റേഴ്സ്, ഫൈനലി സ്മാർട്ട് ഫീച്ചേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഹോം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഉറപ്പിച്ച് നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു പ്ലാനിങ്ങോടുകൂടി നമ്മുടെ എഞ്ചിനീയർ അടുത്ത് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. അവർ ഒരു നല്ല നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ പോയിൻറ്റ്സ് വെച്ചിട്ട് ഒരു നല്ല പ്ലാന് നമുക്ക് വരച്ച് നമ്മുടെ സ്വപ്ന ഭവനം ഏറ്റവും നല്ല രീതിയിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.